യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹപൂർണമാകുവാൻ ഈ ആദ്യ നിമിഷം തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരായ ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിൽ ഇപ്പോൾ തന്നെ ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇവർ കേൾക്കുന്ന വചനങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിനും നന്മയും എല്ലാം അനുഭവിക്കുന്ന തരത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടാൻ ഇടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മിലൂടെ ഈ വചനം ആരൊക്കെ കേൾക്കുന്നോ അവരും അതോടൊപ്പം അനുഗ്രഹിക്കപ്പെടാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ബൈബിൾ വചനം പറയുന്നു, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്തു പ്രവേശിക്കും എന്ന് പറഞ്ഞ ആ വചനം പോലെ ഈ വചനം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക്, ഭവനത്തിലേക്ക് കയറി വരാനുള്ള ആ വാതിൽ നാം തുറന്നു കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ സംഭവിക്കാൻ തുടങ്ങുകയാണ്. ഒരാൾ തൻ്റെ ജീവിതത്തിലെ അനുഭവം പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ വചനം കേൾക്കാൻ തുടങ്ങിയ സമയം മുതലാണ് എനിക്ക് ജീവിക്കണമെന്ന് പോലും തോന്നിയത്. വേറെ ചിലർ പറഞ്ഞു, വചനം കേട്ടപ്പോഴാണ് എനിക്ക് കുറച്ച് ആത്മധൈര്യമുണ്ടായത്. പ്രതിസന്ധികൾ, വെല്ലുവിളികൾ മഞ്ഞു പോലെ ഉരുകുന്നത് ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയത്. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കാലം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഞാൻ വചനം കേൾക്കുന്നു, എൻ്റെ കുടുംബം പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, ഞങ്ങളിങ്ങനെയൊക്കെ പോകുന്നുവെന്ന് മാത്രമല്ല, എന്നിലൂടെ വേറൊരാൾ ഇതേപോലെ ദൈവത്തിൽ ആശ്രയിച്ച് വചനം കേട്ട് എഴുന്നേറ്റ് വരണം. അങ്ങനെ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന ഒരു കാലം മുന്നിൽ കാണണം. അങ്ങനെ പ്രാർത്ഥിക്കണം. അത് ദൈവത്തിൻ്റെ മനസ്സാണ്. ഇന്ന് പ്രതീക്ഷയോടെ വചനം കേൾക്കുമ്പോൾ ഈ വചനം നമുക്ക് ശ്രദ്ധിക്കാം. അതിൽ എഴുതിയിരിക്കുന്നത് പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. വചനം കേൾക്കുമ്പോൾ ആ വചനത്തിനനുസരിച്ച് ജീവിതത്തെ കൊണ്ടുവരാൻ നീ ശ്രദ്ധിക്കണം, ശ്രമിക്കണം. അതിനെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച് രാവും പകലും, ഡേ ആൻഡ് നൈറ്റ് ധ്യാനിക്കണം. അപ്പോൾ ദൈവവചനം ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ആരുടെയെങ്കിലും ബുദ്ധിയിലുണ്ടായ ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ടല്ല. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ദൈവവചനം രാവും പകലും ധ്യാനിക്കണം. തിരിച്ചൊരു ചോദ്യമാണ്, എപ്പോൾ? ദൈവവചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ആ വചനത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനും നാം ശ്രമിക്കാൻ തുടങ്ങുമ്പോൾ, അപ്പോൾ മുതൽ എൻ്റെ കുടുംബത്തിൽ ഒരു അനുഗ്രഹം ആരംഭിക്കാൻ തുടങ്ങും. ഒരു വിജയം ജീവിതത്തിൽ ഉണ്ടായി വരാൻ തുടങ്ങും. അപ്പോൾ മുതൽ നീ വിജയം വരിക്കുകയും അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും. കാര്യകാരണ സഹിതം എഴുതിയിട്ടുണ്ട്. അപ്പോൾ മുതൽ. പ്രിയപ്പെട്ടവരെ, എന്തിന് പ്രാർത്ഥിക്കണം, എന്തിന് വചനം കേൾക്കണം, എന്തിനിത് വേറൊരാൾക്ക് കൊടുക്കണം? ഈ വചനം കേൾക്കുന്ന നിമിഷം, അപ്പോൾ മുതലൊക്കെയാണ്, ആ സമയം മുതലാണ് ഒരാൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങുന്നത്, ഒരാൾ രക്ഷപ്പെടാൻ തുടങ്ങുന്നത്, ഒരാൾ ജീവിക്കാൻ തുടങ്ങുന്നത്, ഒരാൾക്ക് നല്ലൊരു ജീവിതം സ്വപ്നം കാണാൻ തുടങ്ങുന്നത്. ജീവിതത്തിൽ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറി തുടങ്ങുന്നത് പോലും അപ്പോൾ മുതലാണ്. അപ്പോൾ മുതൽ നീ വിജയം വരിയുടെ കേൾക്കുന്ന ഒരാളോട്, ഒരു കുടുംബത്തോട് പറയാം, നീ പോകുന്നിടത്തൊക്കെ, പോകുന്ന ഇടങ്ങളിലൊക്കെ, ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം, എടുക്കുന്ന തീരുമാനങ്ങളിൽ, മുന്നോട്ടുള്ള ഓരോ ചുവടുവെപ്പിലും സ്വർഗത്തിലെ ദൈവം, സർവശക്തനായ ദൈവം, സർവാധിപനായ ദൈവം, സകലത്തിൻ്റെയും ഉടയവനായ ദൈവം, സകലത്തെയും പരിപാലിക്കുന്ന ദൈവം നിന്റെ കൂടെ, നിന്റെ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന്. ദൈവവചനം കേൾക്കുന്നവരുടെ കൂടെ ദൈവമുണ്ട്. ആ കുടുംബത്തോടുകൂടെ ദൈവമുണ്ട്. ആ വ്യക്തിയുടെ ആരോഗ്യത്തോടുകൂടെ ദൈവമുണ്ട്. ആ വ്യക്തിയുടെ എല്ലാ പദ്ധതികളോടും അധ്വാനത്തോടും കൂടെ ദൈവമുണ്ട്. അപ്പോൾ അതാണ് കാരണം, വിജയിക്കാനും അഭിവൃദ്ധിപ്പെടാനുള്ള കാരണവും അതാണ്.
അതങ്ങനെ വായിക്കുമ്പോൾ കൃത്യം മനസ്സിലാകും. ദൈവത്തിൻ്റെ വചനം നിൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം, അത് ശ്രദ്ധിക്കണം, ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധിപ്പെടാനും രക്ഷപ്പെടാനും തുടങ്ങും, വിജയം വരിക്കാൻ തുടങ്ങും. കാരണം ഇതാണ്, നീ വചനം കേൾക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബം വചനം കേൾക്കുമ്പോൾ ഇന്നലെ വരെ ഇല്ലാത്തൊരു പ്രത്യേകത ഇന്നു മുതൽ ഉണ്ടാകാൻ തുടങ്ങുന്നു. ഇന്നലെ വരെ ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ഇന്നു മുതൽ. നിൻ്റെ കൂടെ സർവശക്തനായ ദൈവം നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഏത് ഇരുട്ടിലൂടെ പോയാലും, ഏത് പ്രതിസന്ധിയിലൂടെ പോയാലും, ഏത് വെല്ലുവിളിയിലൂടെ പോകേണ്ടി വന്നാലും ദൈവം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. നിൻ്റെ പാതകൾ ഇരുട്ടിലാണെങ്കിലും അത് പ്രകാശത്തിലേക്ക് വഴിമാറും, പ്രകാശിക്കാൻ തുടങ്ങും. ആ പ്രയാസം മാറാൻ തുടങ്ങും, ആ പ്രതിസന്ധി മാറാൻ തുടങ്ങും, ആ അപകട കെണികൾ മാറാൻ തുടങ്ങും, ആ തകർച്ചകൾ മാറിത്തുടങ്ങും, ആ രോഗം സൗഖ്യമാകാൻ തുടങ്ങും. എല്ലാ കാര്യത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ സഹായം ലഭിക്കും. അതാണ് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുക. പ്രാർത്ഥിക്കട്ടെ, ഈ വചനത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കൊരു വിജയമുണ്ടാകാൻ, നിങ്ങൾക്ക് ദൈവകൃപയിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ ഒരു നിമിഷം പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം ശ്രവിക്കുന്ന എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. ഈ വചനത്തിൽ പറഞ്ഞതുപോലെ ഇവർ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സമയം ഉണ്ടാകട്ടെ. ഈ വചനത്തിൽ പറയുന്ന പോലെ ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വചനത്തിൽ പറയുന്ന പോലെ ഇവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വചനത്തിൽ പറയുന്നത് പോലെ ഇവരുടെ ജീവിതം അനുഗ്രഹമാകാൻ തുടങ്ങട്ടെ. ഞങ്ങൾ അതിനു വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വെള്ളിയാഴ്ച നമ്മുടെ ഈ ധ്യാന കേന്ദ്രത്തിൽ, ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുണ്ട്. ഒരുപാട് പേർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. അനേകർ ദൈവത്തിൻ്റെ കൃപയിൽ അനുഗ്രഹിക്കപ്പെടുന്നത് കാണാൻ കഴിഞ്ഞു. അനേകരുടെ ജീവിതം ദൈവത്തിൻ്റെ കൃപയിലാകുന്നത്, അനുഗ്രഹത്തിലാകുന്നത് കാണാൻ തുടങ്ങി. ഇന്ന് ബുധനാഴ്ചയാണ്. ഈ ദിവസം നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. നാളെ വ്യാഴാഴ്ച, നാളെ വൈകുന്നേരം 5 മണി മുതൽ പ്രാർത്ഥന ആരംഭിക്കും. വെള്ളിയാഴ്ച രാവിലെ 6 മണി മുതൽ ആരാധന ആരംഭിക്കും. 8:30 മുതൽ ഔദ്യോഗികമായ ശുശ്രൂഷ ആരംഭിക്കും. ദൂരെ നിന്നുള്ള ആളുകൾക്ക് വരാം. സമയവും സാഹചര്യവും ഒക്കെ അനുകൂലമാണ്. സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് വരാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അടുത്തൊരു കാര്യം, ഈ വരുന്ന ശനിയാഴ്ച മുതൽ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ തുരുത്തി ഫൊറോന മർത്തമറിയം ദേവാലയത്തിൽ 5 മണി മുതൽ 9 മണി വരെ ധ്യാനം നടക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും, നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ആ നാട്ടിലോ ആ ദേശത്തോ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ അവരോട് സ്നേഹത്തോടെ അറിയിക്കുക. ഡീറ്റെയിൽ എല്ലാം നമ്പർ അടക്കം ഈ സ്ക്രീനിലുണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ. വിജയവും അഭിവൃദ്ധിയും വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ വരാനിടയാകണമേ. ആ വചനം ഞാൻ വിശ്വസിക്കുന്നു, ആ വചനം ഞാൻ ഏറ്റെടുക്കുന്നു. ആ വചനത്തിലൂടെ എൻ്റെ കുടുംബത്തിൽ നന്മ അനുഭവിക്കാൻ, സന്തോഷം അനുഭവിക്കാൻ, ആരോഗ്യം അനുഭവിക്കാൻ, ദൈവാനുഗ്രഹം അനുഭവിക്കാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ മേൽ നിലനിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളും തടസ്സങ്ങളും മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും എല്ലാം ഞങ്ങളെ കാത്തുകൊള്ളണമേ. എല്ലാ അസൂയാലുക്കളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾക്ക് രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും സംരക്ഷണം തരണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. സന്തോഷം, സമാധാനം നൽകണമേ. സമ്പത്തും ഐശ്വര്യവും നൽകണമേ. ദൈവത്തോടുള്ള വിശ്വാസവും ആശ്രയത്വവും പ്രാർത്ഥനാ ജീവിതവും വർദ്ധിക്കണമേ, വർദ്ധിച്ചു വരണമേ. ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കാലം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദൈവനാമത്തിൽ അനുഗ്രഹിച്ചേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആകാൻ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളുമുള്ള ഒരു നല്ല രാജ്യമായി തീരുവാൻ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടിയും ഈ നല്ല ദിവസം പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ അർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനയോടും ചേർത്ത് വയ്ക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഈ ദിവസം നിങ്ങളോടുകൂടെ ശക്തമായി ഉണ്ടായിരിക്കട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു.
ഇന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ശക്തമായ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഇവരുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നിയോഗങ്ങളിൽ വെളിപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് സ്വീകരിക്കണമേ, അങ്ങ് ഏറ്റെടുക്കണമേ, അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നാം കേൾക്കുന്ന വചനം വളരെ സുപരിചിതമാണ്, നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എങ്കിലും ആ വചനം ഒരിക്കൽ കൂടി എടുക്കുകയാണ്. കൊമ്പ് ഇരിക്കുന്നത് തലയിലാണ്. എൻ്റെ ശിരസിനെ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി. ദൈവികമായൊരു ഉയർച്ചയെക്കുറിച്ച് എഴുതി. കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ നിൻ്റെ ജീവിതത്തെ ഞാൻ ഉയർത്തും, നിൻ്റെ ഭാവിയെ ഞാൻ ഉയർത്തും. നിൻ്റെ പ്രാർത്ഥന ആവശ്യങ്ങളിൽ അത്ഭുതം ചെയ്ത്, അടയാളങ്ങൾ ചെയ്ത് ജീവിതത്തെ ഉയർത്തും. കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും. അടുത്ത വാക്യമാണ്, അവിടുന്ന് എൻ്റെ മേൽ പുതിയ ഒരു തൈലം ഒഴിച്ചു എന്ന്. അങ്ങനെയെങ്കിൽ ആ വചനം ഇങ്ങനെയൊന്ന് പറയട്ടെ, ആ പുതിയ തൈലം ജീവിതത്തിൽ വീണതുകൊണ്ടല്ലേ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയരാൻ കാരണം? പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ചിന്തിക്കുന്നു, എന്താണ് ആ പുതിയ തൈലം? നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന, എല്ലാ ദിവസവും കേൾക്കുന്ന വചനം നിങ്ങളുടെ മേൽ ഒഴിക്കപ്പെടുന്ന പുതിയ തൈലമാണ്. നിങ്ങളുടെ മേൽ ദൈവം അയക്കുന്ന തൈലമാണത്. ആ തൈലം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ, അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായ ഉയർച്ചകൾ ഉണ്ടാകുന്നത്, ദൈവികമായ നന്മകൾ ഉണ്ടാകുന്നത്. കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഒരുപാട് മൃഗങ്ങളും മനുഷ്യരൊക്കെ പേടിക്കുന്ന ഒന്നാണ് കാട്ടുപോത്തിൻ്റെ കൊമ്പ്. ഉപദ്രവകാരി അവിടുന്ന് നിന്റെ മേലൊരു പുതിയ തൈലം ഒഴിച്ചു എന്ന്. ദാവീദിന്റെ മേൽ പ്രവാചകൻ കുഴലിലെ തൈലം ഒഴിച്ചതാണ് ദാവീദിന്റെ ശിരസ് ആ ദേശത്ത് എല്ലാവരെക്കാളും ഉയർന്നു നിൽക്കാൻ കാരണമായത്. ആട് മേய்ച്ച് നടക്കുന്ന ആളായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഹിതപ്രകാരം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ആ പ്രവാചകൻ കുഴലിലെ തൈലമെടുത്ത് ദാവീദിൻ്റെ മേൽ ഒഴിച്ചു. ദാവീദിൻ്റെ മേൽ അഭിഷേകമുണ്ടായി. ദാവീദ് പടിപടിയായി ഉയരാൻ തുടങ്ങി. ഭരണാധികാരിയാകാൻ ദൈവം ആ നിലയിൽ വരെ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ദാവീദിനെ ദൈവം ഉയർത്തി. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വസിക്കുന്നു, ഓരോ ദിവസവും കേൾക്കുന്ന വചനം ദൈവമേ അങ്ങ് എൻ്റെ മേൽ ഒഴിക്കുന്ന പുതിയ തൈലമാണ്. അതെൻ്റെ ഇന്നത്തെ അവസ്ഥ മാറാൻ കാരണമാകും. അതെൻ്റെ ഇന്നത്തെ ശോചനീയമായ അവസ്ഥകളൊക്കെ മാറ്റം വരുത്തും. അതെൻ്റെ എല്ലാ ദുരിശ്വാസത്തോടെ സ്വീകരിക്കുകയാണ്. കർത്താവെ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അങ്ങ് ഒഴിച്ച തൈലമാണ് ഈ വചനം. പ്രിയപ്പെട്ടവരെ, ദൈവവചനമാകുന്ന തൈലം നിങ്ങളുടെ മേൽ പകരപ്പെടുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. അത് എല്ലാം നിങ്ങളുടെ കഴിവിൻ്റെ മെച്ചം കൊണ്ടോ ബുദ്ധിയുടെ മെച്ചം കൊണ്ടോ ആണെന്നല്ല, നിന്റെ മേൽ വന്ന് വീണ ആ തൈലത്തിൻ്റെ പ്രത്യേകതയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മേൽ ഓരോ ദിവസവും ദൈവവചനമാകുന്ന ആ പുതിയ തൈലത്തെ പകരാൻ എന്നെ നിയോഗിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. അതെനിക്ക് ഒരു അനുഗ്രഹമാണ്. ഈ വചനം വായിക്കുകയും എഴുതുകയും ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിന് അത് അനുഗ്രഹമായി മാറിയിട്ടുണ്ട്, നന്മയായി മാറിയിട്ടുണ്ട്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളിലൂടെ വചനം കേൾക്കുന്ന അനേകരുണ്ട്. അവരുടെ മേൽ നിങ്ങൾ ഒരാൾക്ക് ഫോണിലുള്ള 10 പേർക്ക്, 100 പേർക്ക്, 300 പേർക്ക്, 400 പേർക്ക് ഒക്കെ വചനം അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ കരങ്ങളിലൂടെ ദൈവത്തിൻ്റെ വചനമാകുന്ന പുതിയ തൈലം ആരുടെയൊക്കെയോ ജീവിതത്തിന് ബലം പകർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി ജീവിതത്തിൽ മടുത്തുപോയവർ പ്രതീക്ഷയോടെ ജീവിക്കാൻ തുടങ്ങുന്നുണ്ട്. മനസ്സും മരവിച്ചും മടുത്തും ഇടിഞ്ഞും പോയവരുണ്ട്, മനസ്സിടിഞ്ഞു പോയവരുണ്ട്. അവരൊക്കെ പുതിയ ചെടി വളർന്നു വരുന്നത് പോലെ പ്രതീക്ഷയോടെ വളരാൻ കാരണമായത് നിങ്ങളിലൂടെ കേട്ട ആ വചനമാകുന്ന തൈലം അവരുടെ മേൽ എത്തിയത് കൊണ്ടല്ലേ? നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി മാറും. ഈ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാവും. ഈ വചനം അയച്ചു കൊടുക്കുന്നതിലൂടെ നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമാകും.
ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, ഒരു മനസ്സോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കാലം മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെ ഒരുപാട് പേർക്കറിയാം, എന്നെ ഒരുപാട് പേർക്കറിയാം. പക്ഷേ ഞാൻ അറിയുന്ന ദൈവത്തെ പലർക്കും അറിയില്ല. ഞാൻ അനുഭവിച്ച ദൈവത്തെ പലർക്കും അറിയില്ല. ഞാൻ അറിഞ്ഞ ദൈവവചനം അറിയില്ല. നിങ്ങളെ നിങ്ങളുടെ കുടുംബക്കാർക്കറിയാം, പ്രിയപ്പെട്ടവർക്കറിയാം. പക്ഷെ നിങ്ങൾ വിശ്വസിച്ച വചനം, നിങ്ങൾ അറിഞ്ഞ ദൈവത്തെ എല്ലാവർക്കും അറിയണമെന്നില്ല. നിങ്ങൾ കേൾക്കുന്നൊരു വചനം നിങ്ങളെ തൊടുമ്പോൾ നിങ്ങളുടെ അറിവിലുള്ള അനേകർക്ക് അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങളിലൂടെ നിങ്ങൾ അറിഞ്ഞ ദൈവത്തെ ആരൊക്കെയോ അറിയാൻ തുടങ്ങും. എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല, എല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല. ചിലർ അതിനെ പിറുപിറുക്കും, ദേഷ്യപ്പെടുമായിരിക്കാം. അത് സ്വാഭാവികമാണ്. പക്ഷെ നിങ്ങൾ എന്നിലൂടെ, എന്നെയല്ല എല്ലാവരും അറിയേണ്ടത്, എന്നിലൂടെ എൻ്റെ ദൈവത്തെ എല്ലാവരും അറിയണം. അങ്ങനെ ആ ദൈവത്തെ എല്ലാവരും ആരാധിക്കാൻ ഇടവരണം. ഒരു മനസ്സോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കാലം നിങ്ങൾ വിശ്വാസത്തിൽ കാണുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ല ദിവസം നമുക്ക് ഈ രാജ്യത്ത്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം ഇന്ന് ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഈ വെള്ളിയാഴ്ച ദിവസം ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകളെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കണം. അനുഗ്രഹമുള്ള ശുശ്രൂഷയാണ് ഓരോ വെള്ളിയാഴ്ചയും ഉള്ളത്. ഇപ്പോൾ മഴയൊക്കെ മാറി സാഹചര്യം അനുകൂലമാണ്. നിങ്ങൾക്ക് ദൂരെ നിന്നുള്ളവർക്ക് വരാം, കോട്ടയോ ആ ഭാഗത്തു നിന്നുള്ളവർക്ക് വരാൻ പറ്റുന്ന ബസ് സൗകര്യങ്ങളുണ്ട്. ഈ വാതിൽക്ക് വരെ വരാം, അതേ ബസ്സിന് തന്നെ തിരിച്ചു പോകാൻ പറ്റും. ഈ വെള്ളിയാഴ്ച ദിവസം അടുത്തുള്ളവരും അകലെയുള്ളവരും എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരു ദിവസം ഒന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടാകട്ടെ. ഈ ശനിയാഴ്ച ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മർത്തമറിയം ദേവാലയത്തിൽ ധ്യാനം നടക്കുകയാണ്. ആ ധ്യാനത്തിനായി ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതൽ 9 മണി വരെയാണ് ധ്യാനമുള്ളത്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ആ പ്രദേശത്തോ ആ സമീപത്തോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വിവരം പറഞ്ഞറിയിക്കുക, ഫോൺ വിളിച്ചറിയിക്കുക. ആഗ്രഹമുള്ളവർ വന്ന് പങ്കെടുക്കട്ടെ. സമയവും സാഹചര്യമുള്ളവർക്ക് വന്ന് പങ്കെടുക്കാൻ കഴിയുമല്ലോ. ഒരു നന്മയാകുമെങ്കിൽ അതങ്ങനെയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്കായും നിങ്ങൾ ഒരുങ്ങുമല്ലോ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നമുക്ക് ഈശോയുടെ ആശീർവാദം ഇന്ന് കേട്ട വചനത്തിലൂടെ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലുണ്ടായിരിക്കട്ടെ. ഇന്ന് കേട്ട വചനമാണ്, അവിടുന്ന് നിന്റെ കൊമ്പിനെ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി, അവിടുന്ന് നിന്റെ മേൽ പുതിയ തൈലത്തെ ഒഴിച്ചുവെന്ന്. കർത്താവ്, ഈ തൈലം, ഈ പുതിയ തൈലം ഞങ്ങൾ ഓരോ ദിവസവും കേൾക്കുന്ന വചനമാണെന്ന് വിശ്വസിക്കുന്നു. ഈ വചനത്തിലൂടെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, പകർച്ചവ്യാധിയിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും കാത്തുകൊള്ളണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ, സമ്പത്തും ഐശ്വര്യവും തരണമേ, നല്ല ജോലിയും നല്ല ജീവിതവും നല്ല ഭാവിയും സന്തോഷവും സമാധാനവും നല്ല തീരുമാനവും എല്ലാം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടണം, ഞങ്ങളുടെ വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, ഞങ്ങളുടെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, ഞങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടണം, ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവികമായ സമാധാനം നിറയണം. എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ കണ്ടുകൊണ്ട്, ദൈവനാമത്തിൽ നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ട്, നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ നല്ല ദിവസത്തിൻ്റെ ആശംസകൾ നേരുന്നു. ഈ വചനം സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക. നല്ലൊരു ദിവസം ദൈവകൃപയിൽ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് 5:30 ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ.